മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്തി എന്ന് പറയാൻ കാര്യം ഇത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. കൊഴുപ്പടിഞ്ഞുകൂടാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ വെളുത്തുള്ളി. ഇതിൽ ചേർക്കുന്നത് നമ്മൾ നല്ലെണ്ണയാണ്. നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇത് ഗൾഫിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി 1.5 കിലോ വെളുത്തുള്ളിയാണ് ഞാനിത് അച്ചാറിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ അച്ചാർ വളരെ രുചികരമായ രീതിയിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതേ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയത് നോക്കാം മക്കളെ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ വെളുത്തുള്ളിയാണ്. അതായത് ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് ചേട്ടൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഈ അച്ചാറിടുന്നത്. അപ്പോൾ ചേട്ടൻ്റെ മോൻ ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിനി നല്ലെണ്ണയ്ക്കകത്ത് നല്ലെണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നതും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടായപ്പോൾ ഒരു 600 ഗ്രാം നല്ലെണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്, വറുത്തെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ എണ്ണ തന്നെ ഉപയോഗിച്ചാണ് നമ്മളിത് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഈ 600 ഗ്രാം തന്നെ എണ്ണ വേണം ഈ 1.5 കിലോ വെളുത്തുള്ളി അച്ചാറിടുന്നതിന്. എങ്കിലേ ഇത് നന്നായിട്ട് നല്ല മൂത്ത് വരണം. നമ്മൾ അത് ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി മക്കളെ. ആദ്യം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഭാഗങ്ങൾ ഇടുന്നത് കാണിക്കാൻ വിട്ടുപോയി. ചേട്ടൻ്റെ വീടാണ്. ചേട്ടനും മോനും ചേട്ടത്തിയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്യാനോ അതോ കട്ടായി പോയതൊന്നും ഇതെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നതും കാണിക്കാൻ വിട്ടു. ഇതിനകത്ത് 2 കറിവേപ്പില ഇട്ടായിരുന്നു, മൂത്തോന്ന് അറിയാൻ വേണ്ടി. അതാണ് ആ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അരിപ്പ പോലൊരു പാത്രം വെച്ച് ഇതേ രീതിയിൽ ഇങ്ങനെ അരിച്ചരിച്ചെടുക്കാമെങ്കിൽ നമ്മളറിയാതെ ഇതിനകത്ത് കിടക്കുന്ന തൊലിയൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിങ്ങ് വന്നുള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ മക്കളെ, ഇത് നന്നായിട്ട് മൂത്ത് വെന്തിട്ടുണ്ട്. ക്രിസ്പി ആയിട്ട് അങ്ങ് ചുമന്ന് മൂപ്പിക്കരുത് നമ്മളിത്. അപ്പോൾ ഇതങ്ങ് ചുരുങ്ങി നമുക്ക് കഴിക്കാനൊരു സുഖം കാണത്തില്ല. ഇതിപ്പോൾ നല്ല മൂത്ത് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ആകാവുള്ളൂ, ഈ പരുവേ ആകാവുള്ളൂ കേട്ടോ. ഈ പരുവായെങ്കിൽ മാത്രമേ ഇതിന് നല്ല രുചിയായിട്ട് വളരെ കാലം ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കാൻ വളരെ പെട്ടെന്ന് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഇതെല്ലാം ഞാനിത് നന്നായിട്ട് മൂത്ത് ഇതാണ്ടെല്ലാം ഞാൻ കഴിച്ച് നോക്കിയത് കാണിക്കാൻ വിട്ടുപോയി. അത് മിക്സിങ് ആയിപ്പോയി. അപ്പോൾ ഇതെല്ലാം കോരിയെടുത്തു. നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റും ഉണ്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഈ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ അതിൽ നിന്നും കോരിയെടുക്കുകയാണ്. കാരണം നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുളക് പൊടിയെല്ലാം എണ്ണയ്ക്കകത്ത് ഫുള്ള് കിടക്കാൻ കരിഞ്ഞു പോകുമല്ലോ എന്ന് കൊടുത്ത് ഞാൻ കുറച്ചിങ്ങ് കോരിയെടുക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുകെല്ലാം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വട്ടത്തിൽ പച്ചമുളകും ചെറിയ പീസസായിട്ട് നമ്മൾ ഇഞ്ചിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഈ എല്ലാവരും കൂടെ നിന്നിങ്ങനെ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് എന്നാണ് എടുക്കുന്നത്. ഇപ്പം എല്ലാവരും സംശയങ്ങളൊക്കെ ചേട്ടത്തിയൊക്കെ അങ്ങനെ ചോദിക്കുകയും പറയുകയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കറക്റ്റ് പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മസാലകൾ ചേർക്കുന്നുണ്ട്. അതും കാണിക്കാൻ മിസ്സിങ് ആയിപ്പോയി ആ വീഡിയോ. ഇതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് എരിവ് കുറഞ്ഞ കാശ്മീരി മുളക്, നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കായം എന്നിവയാണ് ഞാൻ ഇതിനകത്ത് നമ്മുടെ ഈ ചേരുവകളൊക്കെ ഈ വെളുത്തുള്ളിയല്ല, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂത്ത് കഴിഞ്ഞ് നമ്മൾ ഇത്രയും ചേരുവകളാണ് ചേർത്തത്. അതും ഈ ക്യാമറ കട്ടായി ആ സമയത്ത് നമുക്ക് ആ ക്യാമറയിൽ പിടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്കത് വിട്ടുപോയതാണ്. ആദ്യം ഞാൻ 100 പ്രാവശ്യം ഞാൻ മക്കളെ അതിന് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടൊരു വീഡിയോ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കൂടുതൽ അച്ചാറിട്ടപ്പോൾ ഒന്ന് കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്താണ് ഞാനിത് ഈ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി എല്ലാം മൂത്തോന്ന് ഞാൻ നോക്കുകയാണ്.
അപ്പോൾ ഇഞ്ചി എല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഈ മുളക് പിന്നെ മഞ്ഞൾപ്പൊടി, കായം ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ ഇത് ഇടുന്നതും കാണിക്കാം. നമ്മുടെ ഈ വെളുത്തുള്ളി ഇടുന്നതും കാണിക്കാൻ മിസ്സായിപ്പോയി മക്കളെ ആ വീഡിയോ. അപ്പം വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഞാൻ പിന്നെ ഉലുവാപ്പൊടി ഇട്ടു. പിന്നെ ഞാൻ നമ്മുടെ ഈ എണ്ണ തന്നെ ആണല്ലോ, അപ്പോൾ എന്നാലും കേടാവത്തില്ല. പക്ഷേ ഇതിനൊരു പുളി വേണമല്ലോ, നമ്മുടെ വെളുത്തുള്ളിക്ക് പുളിയില്ലല്ലോ. അപ്പോൾ പുളിക്ക് വേണ്ടി ഞാൻ 100 ഗ്രാം വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു അച്ചാറിലും വിനാഗിരി ചേർക്കാറില്ല. കാരണം നമ്മൾ വെള്ളം ഒട്ടും തൊടിയിക്കാതെ എണ്ണയ്ക്കകത്ത് തയ്യാറാക്കുന്ന അച്ചാർ ഒരിക്കലും കേടാവില്ല. അപ്പം ഞാനിത് പുളിക്ക് വേണ്ടി ഞാനിതിനകത്ത് ഒരു 100 ഗ്രാം നമ്മുടെ വിനാഗിരി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രുചികരമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായി മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ക്ഷമ 100 പ്രാവശ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞതിൻ്റെ ഇടയ്ക്കുള്ളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞില്ല. അപ്പോൾ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.